Good evening, all of you. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ബ്ലോക്ക് 3 സ്റ്റാർട്ട് ചെയ്യാണ്. അതിലെ 2 യൂണിറ്റാണ് അതിലുള്ളത്. ഒന്നാമത്തെ യൂണിറ്റ് വരുന്നത് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ബ്ലോക്കിൻ്റെ പേര് ഫിനാൻസിങ് ഡിസിഷൻ എന്നാണ്. ഒന്നാമത്തെ യൂണിറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ മുന്നേയുള്ള ബ്ലോക്കിൽ നമ്മൾ എന്താണ് ഫിനാൻസ് എന്നാണ് ഡിസ്കസ് ചെയ്തത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് ടെക്നിക്സ് നമ്മൾ സെക്കൻഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്തു. ഇവിടെ നമുക്ക് സോഴ്സിൽ എവിടെ നിന്നൊക്കെ നമുക്ക് ഫിനാൻസ് കണ്ടെത്താൻ പറ്റുമെന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഴ്സ് ഓഫ് ഫിനാൻസ്. Source of finance refer to the various methods a business uses to obtain funds needed to support its operations. ബിസിനസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തുന്ന സ്ഥലങ്ങളെ, ഇത് എവിടെ നിന്നാണ് നമ്മൾ ഫണ്ട് കണ്ടെത്തുക? അത് ഫണ്ട് കണ്ടെത്തുന്നത് നമ്മൾ ബിസിനസിൻ്റെ ഗ്രോത്തിനും ഓപ്പറേഷന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇത്തരം ഫണ്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഡേ ടു ഡേ എക്സ്പെൻസിനും നമ്മുടെ ലോങ് ടേം സ്ട്രാറ്റജിക്കും. നമ്മൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട ധാരാളം പ്ലാനിങ്ങും സ്ട്രാറ്റജിയൊക്കെ നമ്മൾ എടുക്കാനുണ്ട്. ഈ പ്ലാനിങ്ങും സ്ട്രാറ്റജിയൊക്കെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫിനാൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് അറിയണം. അതാണ് സോഴ്സ് ഓഫ് ഫിനാൻസ്. Financial managers must carefully assess the most suitable source of finance. ഫിനാൻഷ്യൽ മാനേജറുടെ പണി അതാണ്. ഏറ്റവും അനുയോജ്യമായ ഫിനാൻസിൻ്റെ സോഴ്സ് കണ്ടെത്തുക. ഏറ്റവും അനുയോജ്യമായ സോഴ്സ് എങ്ങനെയാണ് ഏറ്റവും അനുയോജ്യമായ സോഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. അത് സച്ച് ആസ് കോസ്റ്റ്, റിസ്ക്, റീപേയ്മെൻറ്റ് ടൈംസ്, control implications and the time period for which the fund are needed. എപ്പോഴാണ് നമുക്ക് ഫണ്ട് വേണ്ടത്, അത് എങ്ങനെയാണ് അതിൻ്റെ കൺട്രോളിങ്, എങ്ങനെയാണ് അത് തിരിച്ചു കൊടുക്കേണ്ടത്, അതിൻ്റെ റിസ്ക് എന്താണ്, കോസ്റ്റ് എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനൊക്കെ ആവശ്യമായ ഫിനാൻസിൻ്റെ സോഴ്സ് തീരുമാനിക്കുന്നത്. എന്തായാലും സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ബിസിനസിൻ്റെ ദീർഘകാല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിനാൻസ് കണ്ടെത്തുക അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇറ്റ് മേ ബി മൊബിലൈസ്ഡ് ബൈ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം സോഴ്സസ്. ഈ സോഴ്സിനെ തന്നെ നമുക്ക് ലോങ് ടേം, ഷോർട്ട് ടേമും ലോങ് ടേം എന്നും തരംതിരിക്കാൻ പറ്റും. ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ഈസ് നീഡഡ് ടു മീറ്റ് ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ. ഷോർട്ട് ടൈം ആയിട്ടുള്ള ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലോങ് ടേം ആണെങ്കിലോ നമ്മൾ ഫിക്സഡ് അസറ്റിന് വേണ്ടിയിട്ടോ മറ്റോ നമ്മൾ ചെലവഴിക്കുന്ന തുകയാണ്. എന്തായാലും ഫിനാൻസിൻ്റെ സോഴ്സ് കണ്ടെത്തുക എന്നുള്ളത് ഒരു ബിസിനസ് മാനേജറെ സംബന്ധിച്ചിടത്തോളം, ഫിനാൻസ് മാനേജറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പറയാം. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ബാങ്ക് ക്രെഡിറ്റ്, ബാങ്കിൽ നിന്ന് വന്ന കടം, കസ്റ്റമർ അഡ്വാൻസസ്, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ്, പബ്ലിക് ഡെപ്പോസിറ്റ് ആൻഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ബാങ്കിൽ നിന്ന് നമ്മൾ കടം വാങ്ങുന്നത്, കസ്റ്റമർ അഡ്വാൻസസ് എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ
കസ്റ്റമർ നമുക്ക് സാധനങ്ങൾ തരുന്നവർ നമുക്ക് തരുന്ന അഡ്വാൻസുകൾ, ട്രേഡ് ക്രെഡിറ്റ്, ബിസിനസ് ക്രെഡിറ്റ് തന്നെയാണ്. ഫാക്ടറിങ് പുറമെയുള്ള ആളുകൾ നമുക്ക് തരുന്ന ചില സർവീസുകളാണ്. അത് നമുക്ക് വേണ്ടിയിട്ട് തൽക്കാലം അവർ വർക്ക് ചെയ്യും. അതും നമുക്കൊരു ഫിനാൻസിൻ്റെ സോഴ്സാണ്. പബ്ലിക് ഡെപ്പോസിറ്റ് എല്ലാ കമ്പനിക്കും പൊതുജനങ്ങളിൽ നിക്ഷേപം സ്വീകരിക്കാം. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ബാങ്ക് മുഖേനയും അല്ലാതെയുമുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. The long-term investment decision of a firm involve acquisition of fixed assets. They have to be financed using long-term source of finance. നേരത്തെ പറഞ്ഞിരുന്നു, ഷോർട്ട് ടേം ലോങ് ടേം ഉണ്ട്. ലോങ് ടേം ഫിനാൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന തുക. When the finance mobilizes a large amount and the repayment period is more than 5 years. ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്ന എമൗണ്ട് മോർ ദാൻ 5 years ആയിരിക്കും. വലിയ എമൗണ്ട് തന്നെ ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്യുക. മെയിൻ സോഴ്സ് ഓഫ് ലോങ് ടേം ഫിനാൻസ് fall into two board groups. ലോങ് ടേം ഫിനാൻസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അത് ഇന്റേണലും എക്സ്റ്റേണലും ആണ്. ഇവിടെ നമ്മൾ ഇന്റേണൽ ഫിനാൻസിനെ, അതായത് നമ്മൾ ലോങ് ടേം ആയിട്ട് വാങ്ങുന്ന ഫിനാൻസിനെയാണ് ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുന്നത്, ഇന്റേണലും എക്സ്റ്റേണലും. ഇന്റേണൽ എന്നുള്ളത് ബിസിനസിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊമോട്ടർമാരോ ഷെയർ ഹോൾഡേഴ്സോ കൊണ്ടുവരുന്ന ഫിനാൻസ് ആണ്. അത് ഇന്റേണൽ ആണ്. അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. എക്സ്റ്റേണലിന്റെ കുറച്ച് കാറ്റഗറീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ലോങ് ടേം ഫിനാൻസ്. ലോങ് ടേമിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റേണൽ എടുക്കുന്നത് ഇവിടെ നിന്നൊക്കെയാണ്. എക്സ്റ്റേണൽ സോഴ്സ്, അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇക്വിറ്റി ഷെയർ ആണ്. ഇക്വിറ്റി ഷെയർസ് നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഇക്വിറ്റി ഷെയറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റൽ ആസ് എ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് represent ownership capital as equity shareholders jointly hold the ownership of the company. കമ്പനിയുടെ ഓണർഷിപ്പ് കിട്ടുന്ന രൂപത്തിൽ നമ്മൾ എടുക്കുന്ന സാധാരണ ഓഹരികളാണ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സാധാരണ ഓഹരികളിലൂടെ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റൽ കുറെ ഓണേഴ്സിന് ഉണ്ടാക്കുമെന്നർത്ഥം. ഇക്വിറ്റി ഷെയർ എടുക്കുന്ന ആൾക്കാരൊക്കെ കമ്പനിയുടെ ഓണർമാരാണ്. അതുകൊണ്ട് ഇതിന് ഓണർഷിപ്പ് ക്യാപിറ്റൽ എന്നാണ് പറയാ. They enjoy the return and the share risk associated with it. അവർക്ക് ആ ഷെയർ, അതിൻ്റെ എമൗണ്ട് തിരികെ കിട്ടും. അത് കൂടാതെ അതുപോലൊരു റിവാർഡായിട്ട്, അല്ലെങ്കിൽ അതിനൊരു ലാഭവിഹിതം, ഡിവിഡൻഡ് ആയിട്ടും നമുക്ക് ഷെയർ എടുക്കുന്നവർക്ക് കൊടുക്കേണ്ടി വരും. However, their liability is limited to their capital contribution. അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് തന്നെ ആയിരിക്കും. അതായത് അവർ എത്ര ക്യാപിറ്റലാണോ കൊണ്ടുവന്നത് അത് മാത്രമായിരിക്കും അവരുടെ ലയബിലിറ്റി. ഇതിനെ ഓർഡിനറി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്. Because when compared to the preference share capital, it does not have any preference in the payment of dividend and repayment of capital. ഇതിന് ഓർഡിനറി ഷെയർ എന്ന് പറയാനുള്ള ഒരു കാരണം, വേറൊരു ഷെയർ കൂടി വരാനുള്ള ഒരു കാറ്റഗറി, അതിന്റെ പേര് പ്രിഫറൻസ് ഷെയർ എന്നാണ്. പ്രിഫറൻസ് ഷെയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. എന്താണ് പ്രിഫറൻഷ്യൽ റൈറ്റ്? ഡിവിഡൻഡ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ ആദ്യം ഡിവിഡൻഡ് കൊടുക്കേണ്ടത് പ്രിഫറൻസ് ഷെയർ എടുത്തവർക്കാണ്. അതുപോലെ കമ്പനി പൂട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ എപ്പോഴാണോ റീപേയ്മെന്റ് ചെയ്യുന്നത് ആ സമയത്ത് ഷെയർ
തിരിച്ചു വാങ്ങുകയും അതിൻ്റെ ക്യാഷ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് മുൻഗണനയുള്ളത് പ്രിഫറൻസ് ഷെയറിനാണ്. എന്നാൽ സാധാരണ ഓർഡിനറി ഷെയർ എന്ന് പറയുന്ന ഇക്വിറ്റി ഷെയറിന് ഇത്തരത്തിലുള്ള പ്രിഫറൻഷ്യൽ അവകാശങ്ങളോ ഒന്നുമില്ല. The rate of dividend of equity shares relies the profit of the company. ഇക്വിറ്റി ഷെയറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇക്വിറ്റി ഷെയർ എടുക്കുന്ന ആൾക്ക് ഡിവിഡൻഡ് കിട്ടുമെന്ന് പറഞ്ഞാലോ, ഈ ഡിവിഡൻഡ് ആ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എത്രയാണോ അതനുസരിച്ചായിരിക്കും തീരുമാനിക്കുക. കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റുമായി റിലേറ്റഡ് ആണ് ഇക്വിറ്റി ഷെയറിൻ്റെ ഡിവിഡൻഡ്. ദി ഷെയർ ഹോൾഡേഴ്സ് ടേക്ക് റിസ്ക് both regarding dividend and repayment of the capital. ഡിവിഡൻഡിൻ്റെ കാര്യത്തിൽ റിസ്ക് ഏറ്റെടുക്കുന്ന റിസ്ക് ഉള്ള ഒരു ഷെയറാണ് ഇക്വിറ്റി ഷെയർ. എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് കിട്ടിക്കോളണമെന്നില്ല. ഒരു കമ്പനി ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ ഡിവിഡൻഡ് കൊടുക്കേണ്ടതുള്ളൂ. നഷ്ടം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇക്വിറ്റി ഷെയർ എടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റിസ്ക് എടുക്കുന്ന പോലെ തന്നെ ബെനിഫിറ്റിലും കുറച്ച് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ ചെറിയ പ്രോഫിറ്റും ചെറിയ ഡിവിഡൻറ്റും, വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ വലിയ എമൗണ്ട് ഡിവിഡൻറ്റും ആർക്ക് കിട്ടും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. അപ്പോൾ റിസ്ക് എടുക്കുന്ന പോലെ തന്നെ റിവാർഡും കിട്ടാൻ സാധ്യതയുണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗ്രൂപ്പിലോ വാട്സപ്പിലോ ചോദിച്ചാൽ മതി. അപ്പോൾ ഇക്വിറ്റി ഷെയർ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇക്വിറ്റി ഷെയർസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെച്യൂരിറ്റി. Equity shares are the source of a permanent capital to the company and cannot be redeemed during the lifetime of the company. Equity shareholders can demand repayment of their capital only at the event of liquidation of the company. ഇത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് എക്സ്റ്റേണൽ ഫണ്ടാണ്, അത് ലോങ് ടേം ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇക്വിറ്റി ഷെയറിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇക്വിറ്റി ഷെയർ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ചിലതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതുണ്ട്. എന്നാലും സാധാരണ ഇക്വിറ്റി ഷെയർ കമ്പനി പിരിച്ചുവിടുമ്പോഴോ പൂട്ടുമ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുക? തിരിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി ടൈം വരുന്നത് അങ്ങനെയാണ്. കമ്പനി പൂട്ടുന്ന സമയത്താണ് നമുക്കതിൻ്റെ ക്യാഷ് തിരിച്ചു ചോദിക്കാൻ പറ്റുക. But equity shares are repaid only after setting off all their claims, including those of preference shareholders. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇക്വിറ്റി ഷെയറിൻ്റെ കാര്യങ്ങൾ നോക്കുക. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്ലെയിം ഓൺ ഇൻകം ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹാവ് റെസിഡ്വൽ ക്ലെയിം ഓൺ ദി ഇൻകം ഓഫ് ദ കമ്പനി. കമ്പനി ഉണ്ടാക്കുന്ന ഇൻകത്തുമേ അല്ലെങ്കിൽ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റുമേൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ഡിമാൻഡ് ചെയ്യാൻ പറ്റും? ഡിവിഡൻഡ് ഡിമാൻഡ് ചെയ്യാം. അതായത് പ്രോഫിറ്റ് കൂടുമ്പോൾ കൂടുതൽ ഡിവിഡൻഡ് തരാൻ വേണ്ടി ആവശ്യപ്പെടാൻ പറ്റും. ദേ ഹാവ് എ ക്ലെയിം ഓൺ ഇൻകം ലെഫ്റ്റ് ആഫ്റ്റർ പേയിങ് ദി ഡിവിഡൻഡ്സ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത ബാക്കിയിൽ നിന്ന് ഡിവിഡൻഡ് ആവശ്യപ്പെടാം. They may not have anything if profit is not left after meeting all other obligations. Even if the company has a sufficient profit after meeting all other obligations. എല്ലാ ബാധ്യതകളും നിറവേറ്റിയിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഒന്നും ഡിവിഡൻഡ് കിട്ടൂല. പക്ഷേ കമ്പനി സഫിഷ്യന്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, മീറ്റിംഗ് ഓൾ അതർ ഒബ്ലിഗേഷൻ, എല്ലാ ഒബ്ലിഗേഷനും ചെയ്തിട്ടും ബാക്കിയും പ്രോഫിറ്റ് ഉണ്ട് എങ്കിൽ the equity shareholders do not have a privilege to legally force the company to pay dividend to them. The decision on payment of dividend equity shareholders is left to the
discretion of the directors of the company as per the Companies Act. അപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ കൂടുതൽ ഡിവിഡൻഡ് തരണം. പക്ഷേ അത് പെട്ടെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടാൻ ഷെയർ ഹോൾഡേഴ്സിന് സാധിക്കൊന്നുമില്ല. അതിന് കമ്പനി ആക്ടിൻ്റെ റൂൾ അനുസരിച്ച് 1954 കമ്പനി ആക്ട് അനുസരിച്ച് അതിൽ പറഞ്ഞിട്ടുള്ള രീതി അനുസരിച്ച് മാത്രമേ നമുക്ക് ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുള്ളൂ. ക്ലെയിം ഓൺ അസറ്റ്. At the event liquidation of the company, the assets are used primarily to meet the claims of the creditors and preference shareholders. But everything left after meeting such the claims belongs to the equity shareholders. അസറ്റിലുള്ള ക്ലൈം, അസറ്റിലുള്ള ക്ലൈമിലും മുൻഗണന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ്. അതായത് നമ്മൾ ഷെയർ എടുത്ത കമ്പനി ലിക്വിഡേറ്റ് ആവുകയാണ്, അതായത് പിരിച്ചു വിടുകയാണ് വിചാരിക്കുക. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കണം. ക്യാഷ് കൊടുക്കാൻ കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ അതിൻ്റെ അസറ്റുകളൊക്കെ വിറ്റിട്ട് കൊടുക്കണം. അങ്ങനെ അസറ്റ് വിറ്റ് കൊടുക്കുന്ന സമയത്തും മുൻഗണന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനല്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് മുൻഗണന. അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ആർക്ക് കൊടുക്കാൻ പാടുള്ളൂ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ക്ലെയിം ചെയ്യാം, പക്ഷെ അത് പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ല. റൈറ്റ് ടു കൺട്രോൾ. അവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് കൺട്രോൾ ഉള്ളത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ യഥാർത്ഥ ഓണർമാരാണ് ആര്? ഇക്വിറ്റി ഷെയർ എടുത്ത ആൾക്കാർ. They have control over the operation of the company and have voting rights. അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ എടുത്ത ആൾക്ക് ആദ്യം ക്യാഷ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ, കമ്പനിയിൽ അധികാരമൊന്നും ഉണ്ടാവില്ല, വോട്ടിംഗ് റൈറ്റും ഇല്ല. എന്നാൽ ഇക്വിറ്റി ഷെയർ എടുത്ത ആൾക്ക് കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, കമ്പനിയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അയാൾക്ക് പറ്റും. The control is in the hands of board of directors who are elected by the equity shareholders. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനി ഭരിക്കാൻ വേണ്ട ഡയറക്ടർമാരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അധികാരം ആർക്കുണ്ട്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. Then preemptive right. It is a rule that protects the equity shareholders by allowing equity shareholders അനുകൂലമായിട്ടുള്ള ഒരു റൈറ്റ് ആണ് allowing them to buy new shares. അവർക്ക് പുതിയ ഷെയർ വാങ്ങാം. ഇപ്പോൾ ബിഫോർ എനിവൺ എൽസ്, മറ്റുള്ളവർക്ക് കിട്ടുന്നതിന് മുന്നേ തന്നെ, ആർക്കും കൊടുത്തിട്ടില്ലെങ്കിലും, പിന്നെ കമ്പനി ഇഷ്യൂസ് മോർ സ്റ്റോക്ക്. ചിലപ്പോൾ ഒരു കമ്പനി 1000 ഷെയർ ഇറക്കി, അത് പലരും വാങ്ങിച്ചു, നമ്മളൊക്കെ അതിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ്. കുറച്ച് കഴിയുമ്പോൾ കമ്പനി ഒരു 500 ഷെയറും കൂടെ ഇറക്കുകയാണ്. അത് പുറത്ത് കൊടുക്കുന്നതിന് മുമ്പ് നിലവിലുള്ള ഇക്വിറ്റി ഷെയർ എടുത്ത ആളുകൾക്ക് കിട്ടാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശമുണ്ട്. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് നിങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള ഷെയർ കൊടുത്തതിന് ശേഷം മാത്രമേ പുറത്തേക്ക് വിൽക്കാൻ പാടുള്ളൂ. ഇത് ഇക്വിറ്റി ഷെയർ എടുത്ത ആളുകൾക്ക് മാത്രമുള്ള ഒരു റൈറ്റ് ആണ്, പ്രിഎംപ്റ്റീവ് റൈറ്റ്. ലിമിറ്റഡ് ലയബിലിറ്റി. Even the equity share holders are the real owners of the company. അവർ റിയൽ ഓണേഴ്സ് ആണ്, എന്നാലും their liability is limited to the capital contribution. അവർക്ക് ബാധ്യത പരിമിതം തന്നെയാണ്, ലിമിറ്റഡ് ആണ്. അവരെടുത്ത ഷെയറിന് മാത്രമേ അവർക്ക് ബാധ്യതയുള്ളൂ, അല്ലാതെ കമ്പനി ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾക്ക് അവർ ഉത്തരവാദിയല്ല. ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, ഇക്വിറ്റി ഷെയറിൻ്റെ ഫീച്ചേഴ്സ്. അതിൻ്റെ അഡ്വാൻറ്റേജസിലേക്ക് വരാം. It can be issued without any charge on asset of the company. It is a source of a permanent capital, cannot be ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്താണ് മിക്കവാറും ആ ഷെയർ തിരിച്ചറിയേണ്ടത്.
The shareholders do not create any obligation. Profit, increased dividend and capital appreciation. നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നല്ല ഡിവിഡൻഡും സ്വന്തമാക്കും. ഡിസഡ്വാൻറ്റേജസ് നോക്കാം. If the company solely depends on equity financing, it cannot enjoy the benefits of trading on equity. ഒരു കമ്പനി ഇക്വിറ്റി ഷെയർ മാത്രമാണ് ഇറക്കുന്നത് എങ്കിൽ ആ കമ്പനിക്ക് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഉണ്ടാവില്ല, അതായത് ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്നർത്ഥം. അതായത് കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടി വരും. നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് എങ്കിൽ ആ കമ്പനിക്ക് ഇക്വിറ്റി ഷെയർ ഒരു ബാധ്യതയാണ്. ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് കംപ്ലീറ്റ് പുറത്തേക്ക് പോകും. നേരെ മറിച്ച് പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ഒരേ എമൗണ്ട് തന്നെ, ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ഒരേ എമൗണ്ട് തന്നെ. അതുകൊണ്ട് അത് പ്രോഫിറ്റിനെ ബാധിക്കൂല. During the period of high profits, high dividend is paid to equity shareholders, leading to increase the market value of shares, thereby speculation. വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ വലിയ ഡിവിഡൻഡ് കൊടുക്കും. അത് ഒരു കണക്കിന് കമ്പനിക്ക് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു പുതിയ ട്രെൻഡ് ഉണ്ടാക്കാൻ സഹായിക്കും. Investors who prefer income will not choose equity shares. നല്ല ഇൻകം ആഗ്രഹിക്കുന്ന ചിലരൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇക്വിറ്റി ഷെയർ കളക്ട് ചെയ്യില്ല, ഇക്വിറ്റി ഷെയർ ആവശ്യപ്പെടില്ല. Equity shares cannot be redeemed during the lifetime and which may be over capitalization. ഇക്വിറ്റി ഷെയർ റെഡീം ചെയ്യാൻ പറ്റില്ല, അതായത് തിരിച്ച് പെട്ടെന്ന് വാങ്ങുന്നില്ല. അതുകൊണ്ട് ഓവർ ക്യാപിറ്റലൈസേഷൻ ഉണ്ടാവും. Equity shares may create obstacles in management by their interference. കൂടുതലും ഇക്വിറ്റി ഷെയർ ആണ് ഇറക്കിയതെങ്കിൽ ഇക്വിറ്റി ഷെയർസിന്റെ ഒരു പ്രത്യേകത അവർ ഓണേഴ്സ് ആണ്. ചിലപ്പോഴെങ്കിലും അവർ കമ്പനിയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. അത് ഇന്റർഫിയറൻസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇക്വിറ്റി ഷെയറിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു ഫിനാൻസിങ് സോഴ്സ് ആണ് ഹൈബ്രിഡ് ഫോം ഓഫ് ഫിനാൻസിങ്. ഇതിലെന്തൊക്കെ വരുന്നതെന്നുള്ളത് പറയാം. ഹൈബ്രിഡ് ഫോം ഓഫ് ഫിനാൻസിങ്ങിൽ ഡെപ്റ്റ് വരുന്നുണ്ട്, ഡെപ്റ്റ് ഇക്വിറ്റിയാണ് കൂടുതൽ വരുന്നത്. അതിൽ പ്രിഫറൻസ് ഷെയർ വരും, കൺവേർട്ടബിൾസ് വരും ആൻഡ് വാറൻസ്. എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രിഫറൻസ് ഷെയർസ് നേരത്തെ നമ്മൾ ഇക്വിറ്റി ഷെയർ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മറ്റൊരു ടൈപ്പാണ് പ്രിഫറൻസ് ഷെയർ. കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് ആദ്യം തന്നെ ഡിവിഡൻഡ് കൊടുക്കാൻ ബാധ്യതയുള്ളതും കമ്പനി പിരിച്ചുവിടുന്ന സമയത്ത് ആദ്യം റെഡീം ചെയ്യേണ്ട അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട ആയിട്ടുള്ള ഷെയറാണ് പ്രിഫറൻസ് ഷെയർസ്. അതായത് തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിലും ഡിവിഡൻഡ് കൊടുക്കുന്ന കാര്യത്തിലും മുൻഗണനയുള്ള ഷെയർസ് ആണ് പ്രിഫറൻസ് ഷെയർസ്. While repaying the capital at the time of liquidation, after paying the outside creditors, പുറത്തുള്ള ആളുകളുടെ കടങ്ങളൊക്കെ തീർത്താൽ നമ്മൾ ഒരു ഷോപ്പ് ഒരു കമ്പനി പൂട്ടി പോവാണ്. അപ്പോൾ പുറത്ത് കുറേ ആളുകൾ കടം കൊടുക്കാനുണ്ടാവും. അത് കൊടുത്ത് വീട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ കൊടുത്ത് തീർക്കേണ്ടത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ക്യാഷാണ്. അവരുടെ നിന്ന് നമ്മൾ വാങ്ങിച്ച ക്യാഷാണ്. അവരെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ കൊടുക്കാൻ പാടുള്ളൂ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡസ് നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ്സ്. ഇതിൻ്റെ പ്രിഫറൻസ് ഷെയറിൻ്റെ ഒരു പ്രത്യേകത പ്രിഫറൻഷ്യൽ റൈറ്റ് മാത്രമേ അവർക്കുള്ളൂ, വോട്ടിംഗ് റൈറ്റ് ഇല്ല. ദെർബൈ ദേ ഹാവ് നോ കൺട്രോൾ ഓവർ മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൻ്റെ കൺട്രോൾ ഇവർക്കില്ല. അതായത് കമ്പനിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്തത് കൊണ്ട്. എന്താണ് ഈ വോട്ടിംഗ് റൈറ്റ്? കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ഉണ്ടാവും. അതിൽ പങ്കെടുക്കാൻ പറ്റും. ആർക്ക് മാത്രം? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിങ്ങിൽ പങ്കെടുക്കാനുള്ള പെർമിഷന് അവകാശം ഇല്ല. അതാണ് പ്രിഫറൻസ് ഷെയർ. നോക്കാം. ഫസ്റ്റ് അതിൻ്റെ മെച്യൂരിറ്റി തന്നെ. പ്രിഫറൻസ് ഷെയർസ് ജനറലി resemble equity shares.
പൊതുവെ ഇക്വിറ്റി ഷെയർ പോലെ തന്നെയാണ് ഇന്ത്യൻ മെച്യൂരിറ്റി പീരിയഡ്. മെച്യൂരിറ്റി പീരിയഡിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഇക്വിറ്റി ഷെയറിൽ പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. These are irredeemable and the company is required to repay preference shares capital at the time of liquidation. ലിക്വിഡേഷൻ്റെ സമയത്ത് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കമ്പനി പൂട്ടുമ്പോൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചു കൊടുക്കേണ്ടത്. ക്രെഡിറ്റേഴ്സിൻ്റെയും മറ്റും കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പിന്നെ ക്ലിയർ ചെയ്യേണ്ടത്, ഉടനെ ക്ലിയർ ചെയ്യേണ്ടത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാഷാണ്. Claims on income. The rate of dividend preference shareholders is fixed. കമ്പനി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഡിവിഡൻഡ് ആവശ്യപ്പെടാനുള്ള പെർമിഷൻ, ആവശ്യപ്പെടാനുള്ള നിയമം ഇവർക്കില്ല, റൂളില്ല. ഇവർക്ക് ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു ഇൻകം, ഫിക്സഡ് ഇൻകം ആയിരിക്കും, അത് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. Claim on asset. Preference shares have preference in the repayment of capital over equity shareholders at the time of liquidation. At the time of winding up the claim, preference shareholders settled before equity shareholders. Equity shareholdersനെ സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യേണ്ടി വരും. But they are not the real owners of the company, have no rights to surplus asset of the company. കമ്പനിയുടെ അസറ്റിലൊന്നും ഇവർക്ക് യാതൊരു അധികാരവും ഇല്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അതുണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ്. ഇവർക്ക് വോട്ടിംഗ് ഇല്ല എന്ന് പറഞ്ഞു. വോട്ടിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കൺട്രോളും ഉണ്ടാവില്ല. However, as per section 87 of the Companies Act, preference shareholders have a voting power in a resolution that directly impact the right attached to their preference shares. 1954 ആക്ടിലെ 87 സെക്ഷൻ അനുസരിച്ച് ചില പ്രിഫറൻസ് ഷെയർസിന് എന്തുണ്ട്, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. Then hybrid form of security. Preference shares represent a hybrid form of security. They have some features of equity and debt. ഇതൊരു ഹൈബ്രിഡ് ആണ്, രണ്ടിൻ്റെയും സ്വഭാവമുള്ളതാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയറിൻ്റെ പ്രത്യേകതകളും ഇതിനുണ്ട്, പ്രിഫറൻസ് ഷെയറിൻ്റെ ക്വാളിറ്റീസും ഇതിൽ കിട്ടും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുമ്പോൾ, there is no statutory requirement to distribute dividend to preference shareholders. Preference shareholdersന് സ്റ്റാറ്റ്യൂട്ടറി ഡിവിഡൻഡ് നിയമപരമായിട്ട് വീതിക്കണം എന്നൊന്നുമില്ല. ഇക്വിറ്റി ഷെയറിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മളത് വീതിക്കേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല, ഒരു ഫിക്സഡ് റേറ്റ് കൊടുക്കേണ്ടി വരുമെന്നുള്ളൂ. ദ റിസ്ക് ഓഫ് ഫിനാൻഷ്യൽ സ്ട്രെയിൻ ഡ്യൂ ടു ദ റിഡംഷൻ ഈസ് മിനിമൽ. റിസ്ക് കുറവാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്, ഇക്വിറ്റി ഷെയറിന് റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുതലുള്ളതുകൊണ്ട് ചിലപ്പോൾ പ്രോഫിറ്റും കൂടും. ഇവിടെ റിസ്ക് കുറവാണ്. ആസ് പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി redeemed only profit or from proceeds and new issue shares. Preferential capital is usually treated as a part of the company's net worth, thereby improving its overall credit standing. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ക്രെഡിറ്റ് പോലെയാണ് ഇത് കണക്കാക്കുക. അതായത് കടം വാങ്ങിയാൽ നമ്മൾ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടി വരിക. അതേപോലെ തന്നെയാണ് പ്രിഫറൻസ് ഷെയറും വരുന്നത്. Under the normal conditions, preference shareholders do not possess voting rights. സാധാരണ രീതിയിൽ വോട്ടിംഗ് റൈറ്റ് ഇല്ല എന്നാണ്. എന്നാൽ ചില ഷെയറിന് ഒരു ആക്ട് പ്രകാരം എന്ത് ചെയ്യാം, വോട്ടിംഗ് റൈറ്റ് ഉണ്ട് എന്ന് കാണുന്നു. Since no assets are pledged to preference shareholders, the company mortgageable assets remain unencumbered. ഇപ്പോൾ സാധാരണ ഷെയർ ഇറക്കുമ്പോഴോ ഡിബഞ്ചർ ഇറക്കുമ്പോഴോ സെക്യൂരിറ്റി ആയിട്ട് കമ്പനിയിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട് അസറ്റ് ഏതെങ്കിലും. അതൊന്നും പ്രിഫറൻസ് ഷെയറിന് ആവശ്യമില്ല. ഡിസഡ്വാൻറ്റേജസ് കമ്പയർഡ് ടു ഡെപ്റ്റ് ഫിനാൻസിങ്. ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. മലയാളത്തിലും നോട്ട്സ് അവൈലബിൾ ആണ്. മലയാളത്തിലും നോട്ട്സ് കൂടെ നോക്കുക കേട്ടോ. എല്ലാം കൂടെ പറയാനുള്ള സമയമില്ല, കുറച്ച് വലിയൊരു ചാപ്റ്ററാണ്.
ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ദി ഷെയർസ് ഗീവ് their holders the right to receive dividend even for years when the company did not earn enough profit to declare them. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഏതെങ്കിലും വർഷത്തിൽ പ്രിഫറൻസ് ഷെയറിന് ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല എങ്കിൽ പിറ്റത്തെ വർഷം അതും കൂടെ ക്യുമുലേറ്റ് ചെയ്തിട്ട്, അതായത് പഴയതും പെൻഡിങ് ഉള്ളതും രണ്ടും കൂടെ കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ടൈപ്പ് ഷെയർ ആണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇതിന് ആക്ട് അനുസരിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. നോൺ ക്യുമുലേറ്റീവ് ഉണ്ട്. നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. The shares are entitled to dividend only if the company makes profit. കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ മാത്രം കൊടുത്താൽ മതി. അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയറും ഉണ്ട്. പ്രിഫറൻസ് ഷെയർ പോലെ സാധാരണ അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല ഡിവിഡൻഡ് എന്നാണ് പറയാറ്. എന്നാൽ ആക്ട് പ്രകാരം തന്നെ ചില നോൺ ക്യുമുലേറ്റീവ് ഷെയർ ഉണ്ട്. അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ മാത്രം എന്ത് കൊടുത്താൽ മതി? ഡിവിഡൻഡ് കൊടുത്താൽ മതി. നഷ്ടമാണെങ്കിൽ കൊടുക്കേണ്ടതില്ല. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ചില ഷെയറൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതിനൊരു ഫിക്സഡ് പീരിയഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ളതിനെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നു. ഇറഡീമബിൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. cannot be repaid during the company's lifetime are redeemable only upon the liquidation. And participating preference shares. Holders of shares not only receive a fixed dividend but may also shares in the company's surplus profits. കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇവർക്ക് അധികാരമില്ല. ഫിക്സഡ് എമൗണ്ട് ഡിവിഡൻഡ് ആണ് ഇവർക്ക് കിട്ടുക. After paying them the fixed dividend distribution, a reasonable dividend to equity shareholders, any remaining profits are shared between both classes of shares. The specific methods of dividing the surplus profit outlined in the company's articles of association. അതായത് കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇവർക്ക് പങ്കില്ല, എന്നാൽ ചില പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. അത് കമ്പനിയുടെ പ്രോഫിറ്റിലും അവർക്ക് അധികാരം ഉണ്ടായിരിക്കും. അതിൻ്റെ ഷെയർ കിട്ടാൻ അർഹതയുണ്ട്. അങ്ങനെ അർഹത ഉണ്ടാവണമെങ്കിൽ അത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പ്രിഫറൻസ് ഷെയർ ഇത്ര ഉണ്ടെന്നും റൈറ്റുള്ള പ്രിഫറൻസ് ഷെയർ ആണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു 2 രേഖകളുണ്ട്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അതിനെക്കുറിച്ചിട്ട് പറയണം. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ദി ഷെയർ ഹോൾഡേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ഓൺലി ഇൻ ടു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഒരു ഫിക്സഡ് ഡിവിഡൻറ്റും ഇവർക്കാണെങ്കിൽ വോട്ടിംഗ് റേറ്റ് ഉണ്ടാവുകയില്ല. അത്തരം ഷെയർസ് ആണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. അതായത് പ്രിഫറൻസ് ഷെയർ ആയിട്ട് നമുക്ക് വാങ്ങാം. പിന്നീട് കമ്പനി വലിയ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിനെ ഇക്വിറ്റി ഷെയർ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. അങ്ങനെയുള്ള ഷെയറുകളെ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. അത്തരത്തിലുള്ള പ്രിഫറൻസ് ഷെയറിനെയാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഷെയർ ആയിട്ട് മാത്രമല്ല, ചിലപ്പോൾ ഡിബഞ്ചറായിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഷെയറിനെയാണ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് കൺവേർട്ടബിൾസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺവേർട്ടബിൾസ് ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് സച്ച് ആസ് ബോണ്ട്, ഡിബഞ്ചേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. കമ്പനി ഇറക്കുന്ന ബോണ്ടുകൾ ഉണ്ടാവാം, ഡിബഞ്ചർ ഉണ്ടാകാം, പ്രിഫറൻസ് ഷെയർ ഉണ്ടാവാം. ഇതെല്ലാം കൺവേർട്ടബിൾസ് ആണ്. എന്തുകൊണ്ടാണ് അതിനെ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ഇക്വിറ്റി ഷെയർസ് അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദ ഹോൾഡർ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിബഞ്ചർ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കൺവേർട്ടബിൾ സെക്യൂരിറ്റി ഈസ് ദ കൺവേർട്ടബിൾ ഡിബഞ്ചർ. കൺവേർട്ടബിൾ ഡിബഞ്ചർ ആണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ്. ബാക്കി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ദെൻ വാറണ്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഷെയർ പോലെ തന്നെയുള്ള ഡിബഞ്ചർ പോലെ തന്നെയുള്ള മറ്റൊരു സംഗതിയാണ് വാറണ്ട്. ഇറ്റ്സ് എ ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി that grants the holder the right to purchase a specific number of companies' ordinary shares
അതായത് ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയർ വാങ്ങാനുള്ള പെർമിഷൻ കൊടുക്കുന്ന ഒരു ലെറ്ററാണ് വാറന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഷെയർ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കമ്പനി നൽകുന്ന ഒരു പേപ്പറാണ് വാറന്റ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമ്പനിയുടെ ഇഷ്യൂ ചെയ്ത കമ്പനി ഏതാണോ ആ കമ്പനിയുടെ ഷെയർ വാങ്ങാൻ സാധിക്കും. അതിന് നമുക്ക് ഷെയർ വാറന്റ് എന്ന് പറയും. ഡെപ്റ്റ് ക്യാപിറ്റൽ. ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കടം വാങ്ങുന്നതാണ്. അതായത് ഡിബെഞ്ചറും അതേപോലെയുള്ള കാര്യങ്ങളും മറ്റുള്ളവരുടെ ഒരു കടം രൂപത്തിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് വാങ്ങുന്ന ക്യാപിറ്റൽ. അതിൽ ഒന്നാമത് ഡിബെഞ്ചർ തന്നെയാണ്. ഡിബെഞ്ചർ നമ്മൾ ഒരു കടം വാങ്ങുന്ന പോലെയുള്ള ഒരു സംഗതിയാണ്. അതായത് ഒരാളിൽ നിന്ന് കുറച്ച് ഫണ്ട് നമ്മൾ വാങ്ങുകയും അയാൾക്ക് ഡിബെഞ്ചർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് നൽകുകയും ചെയ്യുന്നു. മാസാമാസം അയാൾക്ക് ഇൻട്രസ്റ്റും കൊടുക്കും. അപ്പോൾ ഒരു കടം വാങ്ങുന്ന പോലെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സോഴ്സ് ആണ്. ഫീച്ചേഴ്സ്: ട്രസ്റ്റി. In a company offers a debenture, the investing public trustee is appointed through a trust deed. This trustee is a typical bank, financial institution. നമ്മൾ സാധാരണ ഷെയർ ഇറക്കുന്ന പോലെയല്ല ഡിബെഞ്ചർ ഇറക്കുമ്പോൾ അതിനൊരു ട്രസ്റ്റ് വേണം. അതായത് നമ്മുടെ കൂടെ ഒരു പാർട്ണറായിട്ട് ഒരാൾ നിൽക്കണം. അത് ഫിനാൻഷ്യൽ കമ്പനി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവണം, ബാങ്കിനെയാണ് അങ്ങനെ ഏൽപ്പിക്കുക. സെക്യൂരിറ്റി. ഒരു ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആക്ട് പ്രകാരം അതിന് തത്തുല്യമായ ഒരു അസറ്റ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ആയിരിക്കും ഇതിലുണ്ടാവുക. മെച്യൂരിറ്റി ആൻഡ് റിഡംഷൻ ഉണ്ട് ഡിബെഞ്ചറിന്. ദെൻ കോൾ ആൻഡ് പുട്ട് ഫീച്ചേഴ്സ്. കൺവേർട്ടബിലിറ്റി. അഡ്വാൻറ്റേജ് ഒക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. മലയാളത്തിൽ നോട്ട്സ് വെച്ചിട്ട് വായിച്ച് നോക്കുക. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ക്ലാസ്സിൻ്റെ ലെങ്ത് കൂടും, അതുകൊണ്ടാണ്. ദെൻ ടേം ലോൺസ്. ടേം ലോൺ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധി വെച്ചിട്ടുള്ള ലോണാണ്. ടേം ലോണിൻ്റെ പ്രത്യേകത ഇത് ലോങ് ടേം ലോണിലാണ് വരുന്നത്. അതായത് 5 വർഷം മുതൽ 10 വർഷം വരെയൊക്കെ സമയത്തേക്ക് നമ്മൾ എടുക്കുന്ന ലോണിനെയാണ് ടേം ലോൺ എന്ന് പറയുന്നത്. പ്രത്യേകത ഫിക്സഡ് ഓർ വേരിയബിൾ ഇൻട്രസ്റ്റ് ആണ്. ചിലപ്പോൾ ഫിക്സഡും ചിലപ്പോൾ വേരിയബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. റീപേയ്മെൻറ്റ് പീരിയഡ് ഉണ്ട്. ദെൻ സ്പെസിഫിക് പർപ്പസിനാണ് ഇത് വാങ്ങുന്നത്. ദെൻ സെക്യൂരിറ്റി ഉണ്ട്. സ്ട്രക്ചേർഡ് റീപേയ്മെൻറ്റ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ്. നമ്മൾ ഈ പറഞ്ഞ ഫിനാൻസിൻ്റെ സോഴ്സിന് പുറമെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ബാങ്ക് ലോൺ കൊടുക്കുന്നു, ബാങ്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതല്ലാതെ ബാങ്ക് അല്ലാത്ത കുറേ സ്ഥാപനങ്ങളുണ്ട്. അതായത് ഇൻഡസ്ട്രീനെ സഹായിക്കാനും ചെറുകിട വ്യവസായത്തെയും വൻകിട വ്യവസായത്തെയൊക്കെ സഹായിക്കുന്ന കുറേ സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. അവർ നൽകുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഒരു സോഴ്സാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് പറഞ്ഞ IFCI, IDBI, ICICI ഇതൊക്കെ വരും. ഇവരൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് ബിസിനസ്സിനെ സഹായിക്കാൻ കൂടിയിട്ടാണ്. സബ്സിഡിയോട് കൂടിയുള്ള പല ഫിനാൻഷ്യൽ സ്കീമുകളും ഇവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതൊന്നും കൂടാതെ കുറച്ച് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഏജൻസി കൂടിയുണ്ട്. IBRD, IDA, വേൾഡ് ബാങ്ക്, IFC ഇങ്ങനെയുള്ള കുറേ സംവിധാനങ്ങളും ഇൻ്റർനാഷണൽ സംവിധാനങ്ങളും ബിസിനസ്സിനെ സഹായിക്കാനുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിനാൻസ് കണ്ടെത്താൻ പറ്റും. സാധാരണ ബാങ്കിനേക്കാൾ കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ള സൗഹൃദപരമായിട്ടുള്ള പെരുമാറ്റമായിരിക്കും ഇത്തരം സ്ഥാപനങ്ങൾ ബിസിനസ്സുമായിട്ടുണ്ടാവുക. ദെൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്. ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. നമ്മൾ കുറച്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് കഴിഞ്ഞ ഇയറിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ദീസ് റെസിപ്റ്റ് ആർ ഈസിലി ട്രാൻസ്ഫറബിൾ ആൻഡ് ടിപ്പിക്കലി ട്രേഡഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫിനാൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ലാസ്റ്റ് കണ്ട കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ഉടനെ തന്നെ ഇടാം. താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.